അങ്ങനെ ആ ദിവസവും ഇങ്ങ് എത്തി കേട്ടോ. ഞങ്ങളങ്ങനെ ഡൽഹി വിടുവാണ്. ഡൽഹിയിലുള്ള ഞങ്ങളുടെ ഗസ്റ്റ് റൂം കാലിയാക്കി ഞങ്ങളിവിടെ ചർച്ചിൽ കയറി പ്രെയറൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ഞങ്ങൾ സ്വന്തം ക്വാർട്ടേഴ്സ് ഗുരുഗ്രാമിലാണ് കേട്ടോ. ഇവിടെ ഗസ്റ്റ് റൂമിലായിരുന്നതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു ഇവിടുന്ന് കാലിയാക്കാനായിട്ട്. പക്ഷെ നമുക്ക് കാലിയാക്കാനായിട്ട് ഒത്തിരി ഉള്ളത് നമ്മുടെ സ്വന്തം ക്വാർട്ടേഴ്സിലാണ്. അവിടെ പോയി നമുക്ക് എല്ലാം കാലിയാക്കണം. കുറച്ച് ദിവസമാണെങ്കിലും ഇവിടുന്ന് പോകുമ്പോഴൊരു വിഷമമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ഗേറ്റ് ഇറങ്ങി ഇനി ഞങ്ങൾക്ക് നേരെ ഞങ്ങളെ ക്വാർട്ടേഴ്സിലാണ്. അവിടെ നിന്നാണ് ഞങ്ങൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വിടുന്നത്. കൊറിയറാണ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് നാളുകൊണ്ടേ പൂട്ടി കിടന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പണിയുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഒരുവിധം വൃത്തിയാക്കി ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കൊറിയർ ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു ഏരിയ കുറച്ച് പേർക്ക് പരിചയം ഉണ്ടായിരിക്കും. കാരണം എൻ്റെ ഫസ്റ്റ് വീഡിയോസിലെല്ലാം ഞാൻ സ്ഥിരം ഷൂട്ട് ചെയ്യുന്നത് ഈ ഒരു ഏരിയയാണ് കേട്ടോ. ഇവിടം വിട്ട് പോകുമ്പോൾ നല്ല പോലെ ഒരു വിഷമമുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ക്യാമ്പിൽ വന്നതിന് ശേഷമാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും ഫേസ്ബുക്ക് പേജ് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ജീവസ് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അങ്ങനെ ഞങ്ങൾക്ക് പാക്ക് ചെയ്ത ഐറ്റംസ് എല്ലാം എടുത്തിട്ട് പോകാനായിട്ട് കൊറിയറുകാർ വന്ന് അവരെല്ലാം ഏൽപ്പിച്ച് വിടുകയും ചെയ്തേ. ഇനി പ്രത്യേകിച്ചൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ യാത്ര പോകുമ്പോൾ നമ്മുടെ വീട്ടുകാർ എത്ര കെയർ ചെയ്തെല്ലാം ചെയ്തു തരുന്നു അതുപോലെ ഇവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. ഈ ദീദി എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ സ്വന്തം ഒരു ചേച്ചിയെ പോലെയാണേ. ഒരു 20 വർഷത്തിന് മേളിലായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ തമ്മിലുള്ള ഈ ഒരു ഫ്രണ്ട്ഷിപ്പ്. ഞങ്ങളും രാജസ്ഥാനിൽ തന്നെയാണ് ഒന്നിച്ച് കണ്ടുമുട്ടി. അതുതൊട്ടേ ഇതുപോലെ ഓരോരോ സ്ഥലങ്ങളിൽ പോകുമ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്നിച്ചാവും. അപ്പോൾ ഇവിടെയും ഞങ്ങളിതുപോലെ ഒന്നിച്ചുണ്ടായിരുന്നു. 2 ദിവസമായി ഞങ്ങളെ കിച്ചടി ഇങ്ങനെ പൂട്ടി കെട്ടി കേട്ടോ. അത് തൊട്ടേ ദീദി എല്ലാം കറക്റ്റ് ടൈമിന് ഫുഡെല്ലാം ഹോട്ടലിലെത്തിക്കുമായിരുന്നു. ഇന്ന് പിന്നെ ഞങ്ങൾ പോകുന്നതുകൊണ്ട് അവരെ വീട്ടിൽ ചെന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്നാണ് ഈ ഫുഡ് കഴിക്കുന്നത്. മക്കൾ ഞങ്ങൾ 2 പേരുടെ മക്കൾ അതുപോലെ LKG തൊട്ടേ ഒന്നിച്ച് പഠിച്ചതുകൊണ്ട് അവരും ഫ്രണ്ട്സാണ്. അത് പോയിട്ട് ഞങ്ങൾക്ക് ഒത്തിരി ഇവിടെ നിന്ന് ഗിഫ്റ്റുകൾ കിട്ടി. ഇവരും വലിയൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ. ഈ ഗിഫ്റ്റ് എല്ലാം ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് യാത്ര തിരിക്കുവാണേ.